എത്ര പോയാലും മതിവരാത്തൊരു യാത്രയാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ആ യാത്ര കുറച്ചുകൂടി കളർഫുൾ ആവുന്നത് മസനഗുഡിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഊട്ടിയിലേക്ക് പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് കൊല്ലത്തുനിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങളും മസനഗുഡിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. രാവിലെ മുതുമലയിലെത്തി മുതുമല, ബന്ദിപ്പൂർ, ടൈഗർ റിസർവ് ഒക്കെ കറങ്ങി ഉച്ചയോടെ ഞങ്ങൾ മസനഗുഡിയിലെത്തി. ഇവിടെ എത്തി ആദ്യത്തെ ടാസ്ക് റൂം എടുക്കുക എന്നുള്ളതായിരുന്നു. പല സ്ഥലങ്ങളിലും 1500 2000 ഒക്കെയാണ് റൂം റെന്റ് പറഞ്ഞത്. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ അന്വേഷിച്ച് അവസാനം ജംഗ്ഷനിൽ ഒരു ലോഡ്ജിൽ 900 രൂപയ്ക്ക് റൂം സെറ്റാക്കി. മുതുമലൈ ടൈഗർ റിസർവിന്റെ ബഫർ സോണിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് മസനഗുഡി. ടൈഗർ റിസർവിനുള്ളിൽ ജംഗിൾ സഫാരി നടത്തുന്നത് പോലെ മസനഗുഡിയിലും ജീപ്പ് സഫാരിയൊക്കെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. ഞങ്ങളങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം അടുത്ത് കണ്ട ഒരു മലയാളി ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ ജംഗിൾ സഫാരിക്ക് വേണ്ടി തെപ്പക്കാട്ടേക്ക് തിരികെ പോയി. മുതുമല ടൈഗർ റിസർവിന്റെ ജംഗിൾ സഫാരിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് തെപ്പക്കാട് നിന്നാണ്. ആള് കുറവായതുകൊണ്ട് മുതുമല ടൈഗർ റിസർവിന്റെ ജംഗിൾ സഫാരി പ്രോഗ്രാം ക്യാൻസലായി. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തീരെ തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തെപ്പക്കാടുള്ള എലിഫന്റ് ക്യാമ്പും കണ്ട് തിരികെ മസനഗുഡിയിലെത്തി. എലിഫന്റ് ക്യാമ്പിലേക്ക് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എലിഫന്റ് ക്യാമ്പിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. തെപ്പക്കാട് 6 കിലോമീറ്ററോളം ദൂരമുണ്ട് മസനഗുഡിയിലേക്ക്. തെപ്പക്കാട് പോയി വന്നപ്പോഴേക്ക് ടൂറിസ്റ്റുകളും പ്രദേശവാസികളും എല്ലാം കൊണ്ട് ഗ്രാമത്തിൽ അത്യാവശ്യം നല്ല തിരക്കായി. സമയം വൈകും തോറും തിരക്കും തണുപ്പും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഈ തിരക്ക് കാണുമ്പോഴേക്ക് ഒരു ടൈഗർ റിസർവിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാതെ തന്നെ തോന്നിപ്പോവും. അത്രയ്ക്ക് നല്ല തിരക്കാണ് രാത്രിയാവുമ്പോഴേക്ക്. ഒരു വലിയ ടൗണിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കാടിന് നടുവിലുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ റിസോർട്ടുകളും ഹോട്ടലുകളും അതുപോലെ തന്നെ അമ്പലവും പള്ളിയും ചർച്ചും ബാറും പെട്രോൾ പമ്പും ഇതെല്ലാം മസനഗുഡിയിലുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ ഹോട്ടൽ ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഹോട്ടലുകളുണ്ട്. റേറ്റ് അല്പം കൂടുതലാണെങ്കിലും നല്ല ഫുഡുകൾ, വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ബീഫും പൊറോട്ടയും എല്ലാം ഇവിടെ കിട്ടും. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രി 9 മണിയാകുമ്പോഴേക്ക് ആൾത്തിരക്കൊക്കെ കുറയും, കടകളെല്ലാം അടയ്ക്കാനും തുടങ്ങും. 10 മണി വരെ മാത്രമേ നമുക്ക് ഇതുവഴി ഇറങ്ങി നടക്കാനുള്ള അനുവാദമുള്ളൂ. 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ് ആണെങ്കിലോ റിസോർട്ട് ആണെങ്കിലോ എന്താണെങ്കിലും അവിടുത്തെ പ്രധാന ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും. പിന്നെ വെളുപ്പിനെ 5 മണിക്ക് മാത്രമേ അത് ഞങ്ങൾ റൂം എടുത്ത ഈ വൈൽഡ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഈ ലോഡ്ജിലാണ്. ഇത് സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റാൻഡും ജീപ്പെല്ലാം പാർക്ക് ചെയ്യുന്നതിന്റെ എതിർവശത്താണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു. മസനഗുഡിയിൽ വന്ന് ലോ ബഡ്ജറ്റ് സ്റ്റേ ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോഡ്ജിന്റെ നമ്പർ കൊടുത്തേക്കാം, സേവ് ചെയ്ത് വെക്കുക. മസനഗുഡിയിലെ ജീപ്പ് സവാരിയുടെ റെന്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബാംബു ഫോറസ്റ്റിലേക്ക് 600 രൂപ, ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിൽ 700 രൂപ, അതുപോലെ തന്നെ റിവർ സൈഡ് ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 700 രൂപ, നമ്മൾ കോംബോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപ. ഇതാണ് ഇവിടുത്തെ റേറ്റ്. ജീപ്പ് സവാരി കൊണ്ടുപോകുന്നതും ആനിമൽസിനെ എല്ലാം കാണാൻ സാധ്യതയുള്ള റൂട്ടുകളിലൂടെയാണ്. പൊതുവേ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആനയും മാനും മയിലും കുരങ്ങുകളൊക്കെ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ലെക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഏത് സഫാരി എടുത്തു പോയാലും നമുക്ക് ലെക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ടൈഗറിനെയും കരടിയൊക്കെ കാണാൻ പറ്റുന്നത്. ബാക്കി ആനയൊക്കെ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ കാണാൻ കഴിയും. മുതുമല ടൈഗർ റിസർവിന്റെ ജംഗിൾ സഫാരി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിനെ 6 മണി മുതലാണ്. നിങ്ങൾ മസനഗുഡിയിലൊക്കെ സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ അത് രാവിലെ എണ്ണീറ്റ് ഈ മസനഗുഡിയിൽ നിന്ന് തെപ്പക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആനിമൽസിന്റെ സൈറ്റിങ്ങുകൾ കിട്ടാൻ സാധ്യത കൂടിയ സ്ഥലങ്ങളാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ അത് രാവിലെ എണ്ണീറ്റ് തെപ്പക്കാട്ടേക്ക് പോയി. തെപ്പക്കാട് പോകുന്ന വഴിക്ക് തന്നെ കണ്ട ആനിമൽസിന്റെ വീഡിയോസുകളാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത്. ആനയും മാനും ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജംഗിൾ സഫാരി നമ്മൾ അതിരാവിലെ ജംഗിൾ സഫാരി പോയി കഴിഞ്ഞാലും
ആനിമൽസിന്റെ സൈറ്റിങ്ങുകൾ ടൈഗറിനെ ഒക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങൾ തെപ്പക്കാട് പോയി ജംഗിൾ സഫാരിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരികെ മസനഗുഡിയിൽ വന്നിട്ട് ഇനി ഊട്ടിയിലേക്ക് പോകാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് ഊട്ടിയിലേക്കും ഊട്ടിയിൽ നിന്ന് മഞ്ചൂർ ആനക്കട്ടി വഴി കൊല്ലത്തേക്കുമാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി